നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിശക്തമായ ത്രികോണ മത്സരമല്ല നടക്കുന്നതെങ്കിലും വടകര LDF UDF മുന്നണികൾ ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം എന്തുകൊണ്ടും വടകരയ്ക്ക് ചില പ്രാധാന്യമുണ്ട്. 2019 വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലെത്തി മുരളി അവിടെ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ഉറച്ചു വരികയായിരുന്നു. ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു ഉറപ്പുണ്ടാക്കി വരുമ്പോഴാണ് വടകരയിൽ നിന്ന് മുരളിയെ തൃശ്ശൂരിലേക്ക് വിടുന്നത്. പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെയാണ് ഇക്കുറി ഇറക്കിയിരിക്കുന്നത്. കൂടാതെ 2019 LDFിൻ്റെ സ്ഥാനാർത്ഥി P ജയരാജനായിരുന്നുവെങ്കിൽ ഇക്കുറി മട്ടന്നൂരിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ശൈലജ ടീച്ചറെ നേരെ വടകരയിൽ ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനെ അതിശക്തമായ മത്സരം നടക്കുന്നു. ഈ അവസരത്തിലാണ് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പുതിയ വിധി വരികയും അത് പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് UDFന് അനുകൂലമായിട്ട് മാറുന്നുണ്ട്, LDFനെ പ്രതിരോധത്തിലുമാക്കിയിരിക്കുകയാണ്. അതാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിലൊന്നും വടകരയ്ക്ക് ഇത്രയും ടെൻഷനില്ലായിരുന്നു. ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണമെന്ന് വടകരയ്ക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറത്ത് മറ്റു മണ്ഡലങ്ങളിലൊന്നും നിർണായകമല്ലാത്ത പൊതു വോട്ടുകളുടെ ഇടമാണ് വടകര. നിലവിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടതുപക്ഷത്ത് ഭദ്രമായിരുന്നിട്ടും കഴിഞ്ഞ 3 ടേമായി, കൃത്യം പറഞ്ഞാൽ 15 വർഷം ഇടതുപക്ഷത്തിനെതിരായ വിധിയെഴുത്താണ് വടകരയിൽ. 1957 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ KB മേനോൻ തുടങ്ങിവെച്ച ഇടത് തേരോട്ടത്തിൽ 2009 വരെ പരിശോധിച്ചാൽ 2 വട്ടം മാത്രമാണ് UDF അക്കൗണ്ട് തുറന്നത്. അത് KP ഉണ്ണികൃഷ്ണനിലൂടെയായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പിന്നീട് മറുകണ്ഠം ചാടിയതോടെ വലതുപക്ഷത്തിന് കിട്ടാക്കനിയായി വടകര. കേരളത്തിൽ ഇടതുപക്ഷം എവിടെ തോറ്റാലും വടകരയിൽ കാണാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഊറ്റം കൊണ്ട മണ്ഡലമാണ്. പക്ഷേ ആ കോട്ട 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ തകർത്തു. തുടർന്ന് 2 തവണയും UDF 2024 എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പോൾ കിട്ടുമെന്ന് CPMകാർ. ഷംസീറും ജയരാജനും തോറ്റുമടങ്ങിയ മണ്ഡലത്തിൽ KK ശൈലജയേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ഇനി അവരുടെ മനസ്സിലില്ല. ജീവൻ മരണ പോരാട്ടം. വടകരക്കാർ പറയുന്നത് കേൾക്കുക. ഇടതുപക്ഷത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മയാണ്. കേരളത്തിൽ അങ്ങോളം KK ശൈലജ എന്ന മലയാളികളുടെ ടീച്ചറമ്മ ഉണ്ടാക്കിയത് അത്രമാത്രം സ്വീകാര്യതയാണ്. അവർ വന്ന് കൈപിടിച്ച് വോട്ട് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് ആ നിപ്പ കാലവും അടച്ചിട്ട ആ കോവിഡ് കാലവും ഒക്കെയാണ് കടന്നു വരുന്നത്. ടീച്ചർക്ക് പിന്നാലെ എത്തുന്ന ഷാഫി പറമ്പിലിനെയും കൈവിടാനാവില്ല. പാലക്കാട് കേന്ദ്ര സർക്കാരിനെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തി ജയിച്ച കുഞ്ഞു പയ്യനാണ് ഷാഫി. മുല്ലപ്പള്ളിയുടെയും മുരളീധരന്റെയും പിന്തുടർച്ചക്കാരനെങ്കിലും ഷാഫിക്ക് മാത്രമായി വടകരക്കാർ കുറച്ച് വോട്ട് കരുതിയിട്ടുണ്ട്. അടുത്ത പ്രശ്നം ചന്ദ്രശേഖരന് മേൽ വീണ 51 വെട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിങ്ങനെ എപ്പോഴും ഉമിത്തി പോലെ നീറുന്നുണ്ട്. ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ പോരാട്ടം. ഇനി ആര് ജയിച്ചാലും 2004 സതീദേവി നേടിയ 1.25 ലക്ഷമൊന്നും ആരും വടകരയിൽ സ്വപ്നം കാണേണ്ട. ഏറിയാൽ 10,000-ന് താഴെ മാത്രമെന്ന് വോട്ടർമാർ. കണ്ണൂർ ജില്ലയിലെ 2ഉം കോഴിക്കോട് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. TP ചന്ദ്രശേഖരന്റെ ഭാര്യയും RMP സംസ്ഥാന നേതാവുമായ KK രമ വടകര നിയമസഭാ മണ്ഡലം ജയിച്ചതൊഴിച്ചാൽ ഇടത് സമ്പൂർണ്ണ ആധിപത്യമുള്ള മേഖലകൾ. എന്നാൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ചിത്രം മറ്റൊന്നാണ്. സതീദേവിയിൽ നിന്ന് 2009 മണ്ഡലം പിടിച്ചെടുത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി 2 ടേമുകളിൽ വിജയിച്ചു. രാഹുൽ ഗാന്ധി കാറ്റ് വീശിയ 2019 P ജയരാജൻ ഉയർത്തിയ വെല്ലുവിളി അനായാസം മറികടന്ന് K മുരളീധരൻ മണ്ഡലം നിലനിർത്തി. 2004 P സതീദേവി 1,30,589 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MT പത്മയെ തോൽപ്പിച്ചാണ് ഇടതുകോട്ട കാത്തത്. 2009 വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇറക്കി UDF കളം പിടിച്ചു. CPM വിട്ട്
കുലംകുത്തിയായി ടി പി ചന്ദ്രശേഖരൻ ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് 21,833 വോട്ട് നേടിയത് അന്ന് CPMന്റെ പരാജയത്തിൽ വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയത്. 2014 മുല്ലപ്പള്ളി രണ്ടാം ഊഴത്തിനെത്തിയപ്പോൾ കൂടുതൽ ജാഗ്രതയോടെയാണ് CPM സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. ഈ നീക്കം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. നിലവിലെ സ്പീക്കർ AN ഷംസീർ ആയിരുന്നു സ്ഥാനാർത്ഥി. കേവലം 3306 വോട്ടുകളിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കാനായി. അത്തവണയും RMP സ്വതന്ത്രമായി മത്സരിച്ച് പിടിച്ച 17,229 വോട്ടുകൾ CPMന്റെ ഉറച്ച വോട്ടുകളായിരുന്നു എന്നത് ആ പരാജയത്തിനും കാരണമായി. 2019 കെ മുരളീധരന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇത്തവണ ഷാഫിയുടെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ലീഗാണ്. പരമാവധി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് പ്രവാസികളുള്ള നാടാണ് വടകര. കൂടുതലും മുസ്ലിങ്ങൾ. അവരുടെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞ 4 ദിവസമായി ഷാഫി വിമാനം കയറിയതും വോട്ട് കൂട്ടാനുള്ള തന്ത്രമാണ്. വോട്ടുകളുടെ ശതമാനം വടകര ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കൂടുതലായിരുന്നു. പുതിയ വോട്ടുകളും കൊഴിഞ്ഞു പോയവയെല്ലാം ചേർത്താൽ ഇപ്പോൾ ഉള്ളത് 13 ലക്ഷത്തോളം വരും. അതിൽ തന്നെ 50% മുകളിൽ സ്ത്രീ വോട്ടർമാർ. അതിലാണ് പ്രധാനമായും KK ശൈലജയുടെ കണ്ണ്. ജാതിയും മതവും തിരിച്ചാൽ കാര്യങ്ങൾ ഇങ്ങനെ: മുസ്ലിം വോട്ട് 30%, ക്രിസ്ത്യൻ വോട്ടുകൾ 4%, ബാക്കി ഹിന്ദു വോട്ടുകൾ. അതിൽ തന്നെ പ്രധാന വിഭാഗമായ തീയ വിഭാഗം 40%, നായർ വോട്ട് 18%. ഇതിൽ CPMന്റെ കുത്തക വോട്ടുകൾ എക്കാലത്തും തീയ വോട്ടുകളാണ്. ഉറപ്പായും അതിൽ ഒരു 30% LDFന് പ്രതീക്ഷിക്കാം. ഒറ്റക്കുഴപ്പം: ചന്ദ്രശേഖരന്റെ പാർട്ടിക്കാർ കുറച്ച് വോട്ടുകൾ ഷാഫിക്ക് കൊടുക്കും. മുസ്ലിം വോട്ടുകളിൽ തലശ്ശേരി, കൂത്തുപറമ്പ് ഭാഗത്തിൽ ഏതാണ്ട് ഭൂരിപക്ഷവും ശൈലജ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി മേഖലകളിലെ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷവും പെട്ടിയിൽ വീഴുമെന്ന് ഷാഫി ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. പോരാട്ടം ഷാഫിയും ശൈലജയും തമ്മിലെങ്കിലും പ്രഫുലും വലിയ സാന്നിധ്യമാണ് വടകരയിൽ.